Bismillah, alhamdulillah, wassalatu wassalamu ala rasulillah. A'udhu billahi minash shaitanir rajim. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'al al-hasna idha shi'ta sahla. Rabbi zidna ilman nafi'a. Assalamu alaikum wa rahmatullahi wa barakatuhu, my dear little sisters. Alhamdulillah. Okay, before I start, ഇവിടെ തീരെ മലയാളം അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഫുൾ ഇംഗ്ലീഷിൽ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യേ. ഓക്കെ, ഐ ഹോപ്പ് നോ. ഓക്കെ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ കാരുണ്യം തന്നെയാണ് അല്ലെ, റഹ്മത്താണ് that we can gather like this and to discuss about his religion, his instructions, his mercy, his favors upon us. Subhanallah. ജസാക്കുനല്ലാഹു ഖൈറ ഓൾ കോർഡിനേറ്റേഴ്സ്. കാരണം ഇങ്ങനെ ഈ ഒരു എറ അല്ലെ, ഈ ഒരു ടൈം എന്ന് പറയുന്നത് ദ ടൈം ഓഫ് ഫിത്നയാണ്. ഇങ്ങനെ ഒരു ജനറേഷനിൽ യൂത്തിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഐ ഫീൽ ഇറ്റ്സ് എ പ്രിവിലേജ്. നിങ്ങളുടെ ഒരു ഏജിലുള്ള അല്ലെ, ടീൻ അല്ലെങ്കിൽ യൂത്ത് എന്ന് വിളിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ, ദീനിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ അൽഹംദുലില്ലാ ഇറ്റ്സ് എ പ്രിവിലേജ്. ജസാക്കുനല്ലാഹു ഖൈറ. സോ ലെറ്റ് മീ സ്റ്റാർട്ട് ഡയറക്ട്ലി. നമ്മളുടെ ടോപ്പിക് പേർപ്പസ് അല്ലെ, എന്താണ് നമ്മളുടെ റിയൽ പേർപ്പസ് ഇൻ ലൈഫ്. ബിഫോർ സ്റ്റാർട്ടിങ് ഐ ഫെൽറ്റ് ലൈക്ക് മാഷാല്ലാ, ഇത്രയും ഒരു സ്വീറ്റ് ക്രൗഡ് അല്ലെ, ഇത്രയും നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു ക്ലാസ്, അതും അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ബുക്കിനെ കുറിച്ച് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മുഅല്ലിമാണ് നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. ആൻഡ് എവറി വീക്ക് യു ലിസൺ ടു ഇറ്റ്. അള്ളാഹുമ്മ ബാരിക് ലഹ ടു യുവർ ഉസ്താദ. സോ ഞാൻ വിചാരിക്കുകയാണ്, നിങ്ങളെ പോലുള്ള ഒരു ക്രൗഡിന്റെ അടുത്ത് വന്നിട്ട് വാട്ട് ഈസ് യുവർ പേർപ്പസ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല. ബിക്കോസ് ചിലപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിക്കാനുള്ള വിവരം നിങ്ങൾക്ക് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ബിക്കോസ് ദ വേ ഷീ എക്സ്പ്ലെയിൻസ്, മാഷാല്ലാ മാഷാല്ലാ, ഇറ്റ്സ് നെക്സ്റ്റ് ലെവൽ. അപ്പം അത്രയും നല്ല ക്ലാസ്സുകൾ കേൾക്കുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ വന്ന് നിങ്ങളുടെ പേർപ്പസ് എന്താ ഇന്നതാന്നൊക്കെ പറയുമ്പോൾ ഒരു നാണക്കേടാന്ന് തോന്നുന്നു എനിക്ക്. സുബ്ഹാനല്ലാഹ്. So I feel I'll get apt answers if I ask you what is the purpose of your life or why are you on earth. അല്ലേ? എനിക്കറിയാം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും സ്റ്റംബിൾ ചെയ്യില്ല, ആർക്കും ഒരു വേവറിംഗും ഉണ്ടാവില്ല, നല്ല ബോൾഡായിട്ട് ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. ദാറ്റ്സ് മൈ അസംഷൻ. പക്ഷെ എന്നാലും ഒന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ കേൾക്കട്ടെ ആൻസർ. എന്നെ ബുദ്ധിമുട്ടിലാക്കരുത് കേട്ടോ, കാരണം ഞാൻ പേർപ്പസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലനേഷനും കൊണ്ടേ അല്ല വന്നിട്ടുള്ളത്. ഞാൻ അതിനുള്ള സ്ലൈഡും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പം ഐ വോണ്ട് ഓർ ഐ വിഷ് യു വിൽ ഗിവ് എ പ്രോപ്പർ ആൻസർ. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് വേറെ ദിവസം അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. Now coming back to your question, what is the purpose of your life or why on earth are you? ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. വാട്ട്സ് യുവർ പേർപ്പസ്? ചാറ്റ് ആണെങ്കിലും ഓക്കെ ആണോ? ആരും മിണ്ടാതിരിക്കരുതേ, നമ്മളെ ക്ലാസ് മുന്നോട്ട് പോവില്ല. എല്ലാവരൊക്കെ പേർപ്പസ് ഇല്ലാത്തവരാണോ? അതോ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണെങ്കിൽ യു ക്യാൻ പുട്ട് ഇൻ ചാറ്റ്. വരട്ടെ, ആൻസേഴ്സ് വന്നോട്ടെ. വാട്ട്സ് യുവർ പേർപ്പസ് ഓർ വൈ ഓൺ എർത്ത് ആർ യു? At least you would have some ready-made answers, right? If someone asks you what's your purpose in an Islamic perspective, to finish our task in life. Anyone else? Anything else? Yeah? To know more about Allah and to benefit the people around us, our loved ones in our life. Okay. Then കുറച്ചും കൂടെ ആൻസേഴ്സ് വേണം. I know definitely you have some purpose is to obey Allah's commands. Anyone else? Mashallah, all these are perfect answers. But I need different flavors. ഓരോരുത്തർ എന്താ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 2 ആൻസറും കൂടെ വന്നോട്ടെ. ബാദ, മാഷാല്ലാ, ഇത് നിങ്ങളുടെ ടീച്ചറാ. And any students? Okay, so I hope you all know അല്ലേ? അപ്പം ഇബാദ, അതാണ് ആക്ച്വലി ദ റൈറ്റ് ആൻസർ അല്ലേ? നമ്മൾ ടു ലിവ് ബൈ ഖുർആൻ, ടു ലിവ് ബൈ അള്ളാഹ് എന്താണോ നമ്മളെ എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയത് അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് വാട്ട് എവർ യു ആൻസർഡ് ഇസ് ഇൻ ലൈൻ വിത്ത് ഖുർആൻ.
നമുക്കറിയാം ഖുർആനിൽ തന്നെ മെനി ആയാസ് are there, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, അല്ലെ? ഖുർആൻ പേർപ്പസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അതിലൊരു 2-3 ക്വിക്ക് ആയിട്ട് നമുക്ക് ഓടിച്ചു വിട്ട് പോവാം. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഓൾ ഓഫ് ദോസ്. ഓക്കെ, ഫസ്റ്റ് ആയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, മേ ബി പേർപ്പസ് എന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരായാണ് സൂറത്ത് ദാരിയാത്തിലുള്ള 56th ആയ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്താ പറയുന്നത്? I did not create jinn and human except to worship me, അല്ലേ? So Allah didn't create any one of us except to worship him. So our sole purpose is to worship him. And another ayah, this also I know you're all ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ റിസൈറ്റ് ചെയ്യുന്ന ഒരു ആയാണ് അല്ലേ ഇത്? സൂറത്ത് മുൽക്കിലുള്ള സെക്കൻഡ് ആയ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. He is the one who created death and life. That means our life, right? And for what? In order to test which of you is best in deeds. Subhanallah. So that's why we are created. And one more ayah we'll see. And that is in Surah Al-Mu'minun, ayah number 115. أَفَحَسِبْتُمْ أَنَّمَا خَلَقْنَاكُمْ عَبَثًا وَأَنَّكُمْ إِلَيْنَا لَا تُرْجَعُونَ. Did you then think that we had created you without purpose and that you would never be returned to us? Allah is asking us. So these are all like direct hint why you are on this earth, or what is the purpose on this earth. And I'm sure we all know anyway, like we would have heard this, that we are here to do ibadah. We are here to be a full-time abid, full-time worshipper for Allah subhanahu wa ta'ala. So that's about purpose, right? But that is not what I'm coming to. I'm not going to explain you that we have to do ibadah, we have to be full-time worshipper and all that. You all know about it, you have been hearing about it, and if still you need to listen to that more, we'll take it in another session. But today I have a different question for you. Okay, what's my question is, are we living on purpose? We know this is our purpose, right? But are we living on this purpose? Are we living on this purpose? Means, are we living like a full-time abid, like full-time abd, doing all the time? Are we doing the worship all the time? I just need some hands to be raised who are sure that I am living on this purpose. Yes, ഞാൻ ഈ പേർപ്പസിനനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്, and I know, and I'm living like this. Any hands? Any hands? No? At least 75% of the purpose, like 18 hours every day, I'm living like an abid. I am like a slave to Allah. 75%. I just need 18 hours a day. No hands? Fine. What about 50%? 12 hours a day, I am a worshipper of Allah. Like I am like a slave of Allah. Subhanallah, no hands. Leave it. 25%, 6 hours every day. ഞാൻ അള്ളാന്റെ ഒരു അബിതായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്ന ആരും ഇല്ല ഇവിടെ. അതൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ അത്രയും ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതല്ലേ? ഹാൻഡ് റേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഒന്നും ഇല്ലല്ലോ അല്ലേ? സോ ഐ ഹോപ്പ് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അല്ലേ? നമുക്ക് ഈ പേർപ്പസ് എന്താണെന്ന് അറിയാം, നമുക്ക് ഈ പേർപ്പസ് ആയാസ് അറിയാം, നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് കേട്ടിട്ടുണ്ട്, നമ്മൾ ഇതിനാ ജീവിക്കുന്നതെന്ന് അറിയാം, എന്താ ഇബാദ എന്നറിയാം, എങ്ങനെയാ ഇബാദ ചെയ്യേണ്ടതെന്ന് അറിയാം, ആൻഡ് ഹൗ ടു മേക്ക് ലൈഫ് ലൈക്ക് ഫുൾ ടൈം ഇബാദ അതും നമുക്കറിയാം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, വെരി ഡിഫിക്കൾട്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. You all understand that, or you all admit that, right? ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഫുൾ ടൈം ആബിദായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. It's not only your or the youth or the teen problem, or even not the generation's problem. It's a problem faced by many. പലർക്കും അത് ഇന്നത്തെ ജനറേഷൻ അല്ല, ദ ഹോൾ വേൾഡ് ഇസ് ഫേസിങ്. എല്ലാം അറ്റ്ലീസ്റ്റ് വിശ്വാസികളായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് വി ആർ ലിവിങ് ജസ്റ്റ് ടു ഡു ഇബാദ, ഓർ അല്ലാഹ് ഹാസൻ ക്രിയേറ്റഡ് us എക്സെപ്റ്റ് ടു വർഷിപ്പ് ഹിം അല്ലെ? അത് എല്ലാവർക്കും അറിയാം. ബട്ട് ഓൾ ആർ സ്ട്രഗ്ലിംഗ് ഇൻ ദിസ്. Majority are struggling. Subhanallah. May Allah make it easy for all of us, first of all. That is the one thing we have to start with. Allah's help തന്നെ വേണം അല്ലേ? സോ ലെറ്റ്സ് ട്രൈ ടു അഡ്രസ് ദിസ് പ്രോബ്ലം. നമ്മളുടേതായ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയിൽ എങ്ങനെ ഈ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാൻ പറ്റും? ലെറ്റ്സ് ഹാവ് എ തോട്ട് ടുഗെദർ. നമ്മൾ ഒന്നിച്ച് ചിന്തിച്ച് നോക്കാം. ഐ റിയലി നീഡ് യു ടു അറ്റ്ലീസ്റ്റ് ഇമാജിൻ വാട്ട് ഐ എം ടെല്ലിങ്. ആൻഡ് സംടൈംസ് ഐ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻ, or 1 or 2 if you answer, it would be great. Okay, so let me ask you another question. നമുക്ക് എത്ര ദിവസം
ഒരു ഫുഡും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളെ ഫാസ്റ്റിംഗ് നോമ്പ് പോലെയല്ല. ഒരു ഫുഡും ഇല്ലാതെ നമുക്ക് എത്ര ദിവസം എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒന്നും കഴിക്കാതെ? ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? 1 day, 3 days. 3 days you can. Beyond that, 4 days. ചിലപ്പം ചിലരൊക്കെ 3 days എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും അല്ലേ? നമ്മൾ 3 days അങ്ങനെ കഴിക്കാതെ ഇരുന്നിട്ട് നോക്കിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു സെറ്റ് ഓഫ് 3 days ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നമ്മൾ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? ആരും ഇരിക്കാറില്ലല്ലോ അല്ലേ അങ്ങനെ? ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? പറഞ്ഞ ആള് ഇല്ല. ഇല്ല. മാഷാഅല്ലാ. വി ഡോണ്ട് ഡു ദാറ്റ്, റൈറ്റ്? വി ഈറ്റ്. എന്തുകൊണ്ടാ നമ്മൾ അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാതെ ഇരിക്കാൻ ട്രൈ പോലും ചെയ്യാത്തെ? നമുക്ക് വിശക്കാണെങ്കിലും ഭയങ്കര വിശപ്പുണ്ട്, പക്ഷെ ഞാൻ തീരുമാനിക്കില്ല എനിക്ക് ഫുഡ് വേണ്ട, ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം, വെറുതെ സമയം കളയല്ലേ, കഴിക്കുന്നതൊക്കെ പോവാണ്, തടിക്ക് പിടിക്കുന്നില്ല, ഞാൻ കഴിക്കുന്നില്ല എന്നാരെങ്കിലും തീരുമാനിക്കോ? ഓർ ഐ എം തിങ്കിങ് ഓക്കെ ഐ ക്യാൻ ഡു മോർ പ്രൊഡക്റ്റീവ് തിങ്സ് അറ്റ് ദാറ്റ് ടൈം, ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യട്ടെ ആ സമയത്ത്. ഓർ റാദർ ഐ വാച്ച് മോർ യൂട്യൂബ് ഷോർട്സ് ഓർ ഇൻസ്റ്റാ റീൽസ്. ഭയങ്കര എൻജോയ്മെന്റ് അല്ലേ, തൽക്കാലം ആ ഫുഡ് വേണ്ട. അങ്ങനെ ഓരോ നേരം നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്ത് 2-3 ദിവസം നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ തീരുമാനിക്കുക. ഒന്നും വേണ്ട, ഞാൻ ഉറങ്ങാൻ പോവാ, ഫുൾ ഡേ ഞാൻ ഉറങ്ങാൻ, എനിക്കൊന്നും ഭക്ഷണമൊന്നും വേണ്ട. ഫുൾ ഡേ ഒന്നും നമ്മൾ എന്തായാലും ചെയ്യില്ല, നമുക്ക് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമല്ലേ കുറച്ചധികം ഉറങ്ങാൻ വേണ്ടി, എല്ലാവർക്കും ഇഷ്ടമാണ്. ബട്ട് വി ഡോണ്ട് ഡു ദാറ്റ്, റൈറ്റ്? ഫുഡ് നമ്മൾ അങ്ങനെ ഫുൾ ഡേ അല്ലെങ്കിൽ ഫുൾ ഡേയ്സ് 2-3 days വി ഡോണ്ട് സ്കിപ്പ്. നമുക്ക് ഈ പറഞ്ഞ എന്ത് കാര്യം, ഇനി യൂട്യൂബിൽ ഷോർട്സ് വാച്ച് ചെയ്യാനോ ഫുൾ ഡേ ഉറങ്ങാനോ എന്ത് തന്നെ ചെയ്യാനും നമുക്ക് എത്ര ഇഷ്ടമാണെങ്കിൽ പോലും, അത് എത്ര നേരം ചെയ്താലും നമുക്ക് മടുത്തിട്ടില്ല എങ്കിൽ പോലും വി ഡോണ്ട് സ്കിപ്പ് ഫുഡ് ഫോർ ഹോൾ ഡേ, റൈറ്റ്? നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? വൈ ഡോണ്ട് വി ടേക്ക് ദാറ്റ് റിസ്ക്? അതിനൊരു ആൻസർ ആരെങ്കിലും പറയും? ഓക്കെ, ഞാൻ തന്നെ പറയണം തോന്നല്ലേ. വൈ ഡോണ്ട് വി ടേക്ക് ദാറ്റ് റിസ്ക്? ചാറ്റിൽ മതി. വൈ ഡോണ്ട് വി ഗോ വിതൗട്ട് ഈറ്റിംഗ് a whole day? ഓക്കെ, ലീവ് ഇറ്റ്. നമുക്കറിയാം അത് റിക്വയർഡ് ആണ്, മാൻഡേറ്ററി ആണ്, എസെൻഷ്യൽ ആണ് നമ്മളുടെ സർവൈവലിന്, അല്ലേ? ഫുഡ് എന്ന് പറയുന്നത് നമ്മളുടെ സർവൈവലിന് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വിശപ്പിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമുക്കത് അറിയാം. സോ വി ആക്ട് അപ്പോൺ ഇറ്റ്. ഞാൻ ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞത് നമുക്ക് വിശന്നാലും നമ്മൾ അത് ഒഴിവാക്കില്ല എന്നുള്ളത്. അത് നമുക്ക് വിശക്കുന്നുണ്ട് എന്നാൽ പോലും ആ കുഴപ്പമില്ല, ഒഴിവാക്കുകയാണ് എന്ന് നമ്മൾ തീരുമാനിക്കില്ല. വിശന്നാലും വിശന്നിട്ടില്ലെങ്കിലും നമ്മൾ കഴിക്കും എന്നുള്ളത് എന്തുകൊണ്ടാണ്? നമുക്കത് നിർബന്ധമാണ് എന്ന് നമുക്ക് ഉറപ്പായത് കൊണ്ടാണ്, അല്ലേ? അത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും വരും നമുക്ക് അറിയുന്നതുകൊണ്ട് വി ഈറ്റ്. ഇനി അറിവ് എന്നുള്ള കാര്യം മാറ്റി വെക്കുക. ഒരു കുഞ്ഞു ബേബി, ഒരു കുറച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു കുട്ടി, ഓക്കെ, അത് ഓക്കെ എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് ഫുഡ് എടുത്ത് കഴിക്കുകയോ, അല്ലെങ്കിൽ ഉമ്മൻ്റെ അടുത്ത് ഉമ്മ ഫുഡ് കഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുകയോ ചെയ്യുന്നില്ല, അല്ലേ? പകരം അതെന്താ ചെയ്യാ? ഇറ്റ് ക്രൈസ്. വിശക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും, അല്ലേ? അതെന്തുകൊണ്ടാ? സോ അതിന് ഈ അറിവും ഇല്ല, ചോദിക്കാനും അറിയില്ല, ബട്ട് ദർ ഇസ് സംതിങ് വിച്ച് ഇസ് പ്രോഗ്രാംഡ് ഇൻസൈഡ് ഹിം. എന്താണ്? വിശന്ന കരയണം, ആ ഒരു ഏർജ്, അല്ലെ? വിശപ്പെന്ന് പറയുന്ന കാര്യം വരുമ്പം കരയണം എന്നുള്ള ആ ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെ. ആ ഇൻബിൽറ്റ് നോളജ്, അത് ആ കുട്ടീൻ്റെ ഉള്ളിലുള്ള ആ ഒരു നോളജ്, അറിവ് വരുമ്പം ആ കുട്ടി എന്ത് ചെയ്യും? ഒരു സ്വിച്ച് ഇട്ട പോലെ ആക്ട് ചെയ്യും അതിൻ്റെ മേലെ, അല്ലേ? എന്താണ് ആക്ട് ചെയ്യുന്നത്? കരയും. അപ്പോൾ ഉമ്മ ഫുഡ് കൊടുക്കും. സോ നോളജ്, നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് മെയിൻ നമ്മൾ നോളജ്, കാരണം നമുക്കറിയാം നമ്മളുടെ സർവൈവലിന് നമ്മൾ ഭക്ഷണം കഴിച്ചേ മതിയാവൂ. ഇഫ് യു ഡോണ്ട് ഈറ്റ് ഫോർ മെനി ഡേയ്സ് ടുഗെദർ വി എൻഡ് അപ്പ് ഇൻ ലാക്ക് ഓഫ് ഇമ്മ്യൂണിറ്റി, പിന്നെ പല രോഗങ്ങളും വരും, ആൻഡ് ഇവൻച്വലി സെൽഫ് കില്ലിങ്, അല്ലേ? കുറേ ദിവസം നമ്മൾ കഴിക്കാതെ പോയാൽ. ദെൻ വി ഹാവ് എൻ ഇൻബിൽറ്റ് ഏർജ്, ഒരു നീഡ് ഉണ്ട്, ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട് നമ്മളുടെ ഉള്ളിൽ, അതാണ് നമ്മളുടെ ഹങ്കർ, അല്ലേ? ആ ഒരു കോൾ നമുക്ക് വരും, ഒരു ഏർജ് ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. സോ വി ഹാവ് ദാറ്റ് നോളജ് ആൻഡ് വി ഹാവ് ദാറ്റ് ഇൻബിൽറ്റ് ഏർജ്, ആ ഒരു പ്രോഗ്രാമിംഗ്, ആൻഡ് വി ആക്ട് അപ്പോൺ ഇറ്റ്. ആ നോളജും ആ ഒരു ഏർജും വരുമ്പം, അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഏർജ് വരുമ്പോൾ, നോളജിന്റെ കാര്യം സ്പെസിഫിക്കലി അറിയാത്ത കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ ഏർജിന്റെ ബേസിൽ തന്നെ അവർ കരഞ്ഞു തുടങ്ങും, പാല് കൊടുക്കുമ്പോൾ അവർ കുടിക്കും. പക്ഷെ നമ്മളാണെങ്കിൽ ഇനി വിശന്നാലും വേണ്ടാന്ന് വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ബിക്കോസ് വി നോ ഇത് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പണി കിട്ടും, അല്ലേ? അപ്പോൾ അതേപോലെ നമുക്കൊരു രോഗം വരാന്ന് വെച്ചോ. സോ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എയിൽമെന്റ് വന്നു, വി വെന്റ് ടു ഡോക്ടർ ഒരു മരുന്നും എഴുതി തന്നു നമുക്ക്.
ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓക്കെ ഈ മരുന്ന് കഴിച്ചാൽ ഐ ബി ക്യൂർഡ്, അതെനിക്കറിയാം. പക്ഷേ ഞാൻ ഡിസൈഡ് ചെയ്യണം, ഇപ്പൊ എനിക്ക് അറിയാം ഓക്കെ മരുന്ന് കഴിച്ചാൽ ക്യൂർ ആവുന്നു, അത് ദാറ്റ് ഇസ് എനഫ്. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ മെഡിസിൻ. ഐ നോ ദാറ്റ് ഐ വിൽ ബി ക്യൂർഡ് ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ മെഡിസിൻ. ഇഫ് യു ഡോണ്ട് ആക്ട്, നമ്മളുടെ എയിൽമെന്റ് ഒരിക്കലും ക്യൂർഡ് ആവില്ല അല്ലെ, നമ്മൾ ആ സൂക്കേടിൽ തന്നെ അങ്ങനെ മുമ്പോട്ട് പോകേണ്ടി വരും. സോ നമ്മൾക്ക് ഏർജ്, നോളജ്, ആക്ഷൻ അല്ലെ, ഇത് മൂന്നുമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള കാരണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ ബോഡി നറിഷ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള കാരണം അല്ലെ. ജസ്റ്റ് ഐ ഗേവ് യു an analogy, just keep it in mind. Let us go forward. നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ, വൈ ആർ വി ഓർ ആർ വി ലിവിങ് ഓൺ ദ പേർപ്പസ്, ഓർ നമ്മൾക്ക് ഈ പേർപ്പസ് ഒക്കെ അറിയാമെങ്കിലും നമ്മൾ ആ ഒരു പേർപ്പസിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? വി ടോൾഡ് നോ അല്ലേ, ആരും ഹാൻഡ് റൈസ് ചെയ്തില്ല. ഐ അസ്യൂം ദാറ്റ് ഇറ്റ്സ് എ നോ, വി ആർ നോട്ട് ലിവിങ് ഓൺ പേർപ്പസ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വൈ ആർ എൻ വി, എന്തുകൊണ്ടാണ് നമ്മൾ പേർപ്പസിനനുസരിച്ച് ജീവിക്കാത്തത്? ആക്ച്വലി ഐ ഫീൽ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി റീഫ്രേസ്ഡ്. Why aren't we alla question? My thought is, maybe you also agree with that. Why can't we? Why aren't we അല്ലേ? Why can't we? Because നമുക്ക് ശരിക്കും അള്ളാഹ് പറഞ്ഞതിനെ റെബൽ ചെയ്യണോ ഡിനൈ ചെയ്യണോ എന്നൊന്നും ആഗ്രഹമില്ല. We all want to obey him അല്ലേ, അത് നിങ്ങൾ എല്ലാവരും എഗ്രി ചെയ്യുന്നില്ലേ? We all want to obey him. അള്ളാഹ് ഇങ്ങനെ ഒരു പേർപ്പസ് ഉണ്ടെന്ന് പറഞ്ഞാൽ we want to live like that. അതിനെ എഗ്രി ചെയ്യുന്നുണ്ടോ? Or are you you want to deny him? ലിവ് ഇറ്റ്. സോ നമുക്ക് ആർക്കും അത് ഡിനൈ ചെയ്യണമെന്ന് ആഗ്രഹമില്ല അല്ലേ. നമുക്ക് എന്താ അള്ളാഹ് പറയുന്നത് ഒബേ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹമുള്ളത്. അള്ളാഹ് പറഞ്ഞ പോലെ അള്ളാഹിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹമുള്ളത്. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു. എങ്ങനെയോ നമ്മൾ എന്തൊക്കെയോ റീസൺ കാരണം ദോ വി ട്രൈ വി ആർ നോട്ട് ഏബിൾ ടു അല്ലേ. നമ്മളെപ്പോഴും ശ്രമിക്കുന്നുണ്ട്, നമ്മൾ പലതും കേൾക്കാൻ നോക്കുന്നുണ്ട്, പലതും പഠിക്കാൻ നോക്കുന്നുണ്ട്, ബട്ട് വി ഫെയിൽ സം വേ ഓർ ദി അതർ. സോ വാട്ട്സ് എ വേ ഔട്ട് അല്ലേ? എന്താണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ പേർപ്പസ് അറിഞ്ഞുകൊണ്ട് അല്ലെ പേർപ്പസിനനുസരിച്ച് ജീവിക്കാൻ പറ്റും? നമുക്ക് നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇല്ലേ ഫുഡിന്റെ കാര്യം, അതിൽ നമുക്ക് കുറെ ടിപ്സ് ഉണ്ട്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ്, ആ ടിപ്പിലേക്ക് അല്ലെ അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു അനാലജി എടുക്കാം. നിങ്ങൾ എല്ലാവരും മൊബൈൽ ഗെയിംസ് കളിക്കുന്നവരല്ലേ, അറ്റ്ലീസ്റ്റ് കളിച്ചിട്ടുള്ളവരല്ലേ? ഇതാരും നോ പറഞ്ഞേക്കല്ലേ. മൊബൈൽ ഗെയിംസ് കളിക്കുന്നവരല്ലേ? ഡു യു പ്ലേ? അറ്റ്ലീസ്റ്റ് ഹാവ് യു പ്ലേഡ് ഡ്യൂറിങ് യുവർ ചൈൽഡ്ഹുഡ്? യെസ് ഓഫ് കോഴ്സ് അല്ലേ, നമ്മളെല്ലാവരും, ഞാനും കളിച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുന്ന കുറേ ഗെയിംസ് ഉണ്ട്. ക്യാൻഡി ക്രഷ്, ഫ്രൂട്ട് നിഞ്ച, ആംഗ്രി ബേർഡ്സ്, ടെമ്പിൾ റൺ, സബ്വേ സർഫേഴ്സ്, റൈറ്റ്? ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ ഭയങ്കര ഓൾഡി ഗെയിംസ് ആണല്ലോ എന്നല്ലേ. പുതിയ പുതിയ ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ടാവും, എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് എനിക്ക് പറഞ്ഞാൽ മതി, നിങ്ങളുടെ അടുത്തുനിന്ന് ഞാനും എന്തെങ്കിലും പഠിക്കട്ടെ. അപ്പം നമ്മളൊക്കെ ഇതുപോലത്തെ പല ഗെയിമുകളൊക്കെ കളിക്കാറുണ്ട് അല്ലേ. നമുക്ക് ഈ പറഞ്ഞ ഗെയിംസ് ഒന്നും ഫ്രൂട്ട് നിഞ്ച ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാം. ഫ്രൂട്ട് നിഞ്ച എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഏജിൽ കളിക്കുന്നില്ലെങ്കിലും കുഞ്ഞു കുട്ടികളാകുമ്പോൾ കളിച്ചിട്ടുണ്ടാവും അല്ലെ. ഞാനും കളിച്ചിട്ടുണ്ട്. അപ്പം ഐ വാണ്ട് യു ടു ഇമാജിൻ വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ യു. നിങ്ങൾ അത് ഇമാജിനേഷനിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ആ ഫ്രൂട്ട് നിഞ്ച എന്ന് പറയുന്ന ഗെയിം എന്താ, ഒരു ഫ്രൂട്ട് ഇങ്ങനെ എയറിൽ ത്രോ ചെയ്യും, അതിനെ നമ്മൾ ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യണം അല്ലെ. അത് ഹിറ്റ് ചെയ്യുന്ന താഴെ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് കട്ട് ചെയ്യണം. അതാണ് ബേസിക്കലി ഫ്രൂട്ട് നിഞ്ച ഗെയിം എന്ന് പറയുന്നത്. ആൻഡ് വി ലെവൽ അപ്പ് അല്ലെ. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ അത് ലെവൽ അപ്പ് ചെയ്ത് പോകും അല്ലെ. ഓരോ ലെവലിൽ എത്തുമ്പോഴും അവിടെ പുതിയ പുതിയ ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ബേസിക്കലി കട്ട് ചെയ്യൽ മാത്രമല്ല, ഓരോ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ഇഫ് യു മിസ് ടു മെനി യു ലോസ് അല്ലെ. അങ്ങനെ ഓരോ ലെവലിൽ എത്തുമ്പോൾ കുറേ ഫ്രൂട്ട്സ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ലൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കോക്കനട്ട് പോലെ ഒരു ലിറ്റ് ബോംബ് വരും അല്ലെ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൂസ് ചെയ്യും. അങ്ങനെ ഓരോ ലെവലിനും കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആൻഡ് ഓരോ സ്ലൈസിങ്ങിനും നമുക്ക് സ്കോർസ് ഉണ്ട് അല്ലെ. ഓരോ കോംബോ ഫ്രൂട്ട്സ് വരും ചില സമയത്ത്. കുറെ ഫ്രൂട്ട്സ് വരുമ്പോൾ അത് ഒന്നിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഓരോ ലെവലിലും പല ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആൻഡ് ഈച്ച് ടൈം വി ലെവൽ അപ്പ്. ആ ലെവൽ അപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം അല്ലെ. വി ഗെറ്റ് ഹയർ സ്കോർസ്. ആ ഹയർ സ്കോർ കിട്ടുമ്പോൾ തന്നെ വി ഗെറ്റ് എ ഹൈ അല്ലെ. ഒരു സന്തോഷമാണ്, ഗെറ്റ് എ ഹൈ. നമുക്കൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ ഓരോ ലെവൽ കഴിയുമ്പോഴും. ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കോമൺ ഫീലിംഗ് ആണ്. ഇത് ആരോടും പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അങ്ങനെയാണ്. ഒരു ലെവൽ കഴിഞ്ഞാൽ വാവ്, അപ്പൊ ഇനി
എന്താണ് അടുത്ത ലെവൽ അല്ലേ? മാത്രമല്ല ഓരോ ലെവല് കഴിയുമ്പോഴും നമുക്ക് കുറേ പുതിയ ഫീച്ചേഴ്സ് വരും. ചിലപ്പം പുതിയ ബ്ലേഡ് കിട്ടും അല്ലേ? കട്ട് ചെയ്യുന്ന പുതിയ ടൈപ്പ് ബ്ലേഡ് കിട്ടും. അപ്പൊ കട്ടിങ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് കിട്ടും. ചിലപ്പോൾ സ്പെഷ്യൽ ഇഫക്ട്സ് ഒക്കെ വരും. അതായത് സ്ക്രീനിൽ ആ ഒരു GUI അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ സ്പെഷ്യൽ ഇഫക്റ്റ് ഒക്കെ വരും. നല്ല ഒരു ക്ലാസി ലുക്ക് വരുന്ന, നല്ല ക്ലാസി ഫീലിംഗ് വരുന്ന. അപ്പൊ നമുക്കൊരു വിഷ്വൽ അട്രാക്ഷൻ ആണ് അല്ലേ? ഓ അടിപൊളി, നല്ല രസമുണ്ട് സ്ക്രീൻ കാണാൻ. അപ്പൊ നമുക്ക് അവിടുന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ആൻഡ് they design the colors also such a way that we are hooked on to that. അതിൽ തന്നെ നോക്കിയിരിക്കാൻ വേണ്ടി തോന്നുന്ന രീതിയിൽ കളേഴ്സ് വരെ അവർ ഡിസൈൻ ചെയ്യും. അപ്പം ഓരോ ലെവൽ അപ്പ് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. എന്തിനാ? കട്ടിങ് ഈസി ആക്കാൻ, നമ്മളെ ഗെയിം മോർ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ, നമുക്ക് മോർ വിഷ്വലി അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ? ആൻഡ് സംടൈംസ് വി ഗെറ്റ് ഇവൻ സം സ്പെഷ്യൽ ഇവന്റ് ബ്ലേഡ്സ്. ചിലപ്പം സ്പെഷ്യൽ ഇവന്റ് ബ്ലേഡ്സ്, സ്പെഷ്യൽ ഡോജോസ്, ഓരോ ഗെയിമിനും ഓരോ സാധനങ്ങളായിരിക്കും. അതിൽ ഇൻക്രെഡിബിൾ പവർ ഉണ്ട്, ഇൻക്രെഡിബിൾ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണത്തേലും എക്സ്ട്രാ പോയിന്റ്. എന്തിനാ ഇതൊക്കെ തരുന്നത് അല്ലെ? നമ്മളെ കൂടുതൽ 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 അതിനകത്തേക്ക് അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ആൻഡ് വാട്ട്സ് എ എൻഡ് റിസൾട്ട് once we play all these, when we take all these levels, what's the end result? Nothing. We get addicted to it, right? We play and clear and more and more and more levels. നമ്മളതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് അഡിക്ഷൻ ആവും. We get a special kind of satisfaction. സുബ്ഹാനല്ലാ. അങ്ങനെ സംഭവിക്കാറില്ല അല്ലേ? നമുക്കിങ്ങനെ ഓരോ ലെവൽ കഴിയുമ്പോഴും അഡിക്ഷനും കൂടും, ആ കിട്ടുന്ന ഒരു സന്തോഷവും കൂടും അല്ലെ? ചിലത് ഒരു മീനിങ്ങും ഇല്ലാത്ത ഗെയിം ആയിരിക്കും, വെറുതെ നമ്മളിങ്ങനെ കൈകൊണ്ട് അടിച്ചടിച്ച് കളിക്കുന്നതായിരിക്കും, എന്നാലും നമുക്ക് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് അല്ലേ? ഇറ്റ്സ് ഓൾ ട്രൂത്ത്, റിയാലിറ്റി. ആരും ഇല്ലാന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലേ? നമ്മളൊക്കെ ഇതിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ദാറ്റ് അഡിക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഗിവ് എ കമ്പൈൻഡ് ഇഫക്റ്റ്. എന്താണ് ആ ഇഫക്റ്റ്? ഇനിയും കളിക്കുക, ഇനിയും കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ ലെവലിലെയും ഇൻസ്ട്രക്ഷൻസ് എടുത്തുകൊണ്ട് പിന്നെയും 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 കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈ കിട്ടും അല്ലെ? ആ ഒരു സന്തോഷം കിട്ടും ഓരോ പ്രാവശ്യവും കളിക്കുമ്പോൾ. ലെറ്റ് മീ ആസ്ക് യു, will you get all these highs if you simply stay at the first level thinking I wish I clear all the levels? അല്ലേ? നമ്മൾ ഫസ്റ്റ് ലെവലിൽ നിന്നിട്ട് കളിക്കാണ്ട് ഞാൻ എല്ലാ ലെവലും ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ആ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ ബെനിഫിറ്റും ഇല്ലേ? നമുക്ക് സ്കോർ കിട്ടൂല, ആ സ്കോർ കൂടുതൽ കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം കിട്ടൂല, അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബ്ലേഡ്സ് കിട്ടൂല, ബ്ലേഡ് വരുമ്പോൾ കിട്ടുന്ന ഈസ് കിട്ടൂല, അതിന്റെ കൂടെ സ്പെഷ്യൽ ഇഫക്ട്സ് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു വിഷ്വൽ അപ്പീൽ കിട്ടൂല അല്ലെ? സ്പെഷ്യൽ പവേഴ്സ് കിട്ടൂല, എക്സ്ട്രാ സ്കോർ കിട്ടൂല, നമുക്ക് അഡിക്ഷൻ വരില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നമ്മൾ വീണ്ടും വീണ്ടും കളിക്കുകയില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവലിൽ സ്റ്റക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് ഒന്നും കിട്ടൂല. നോ, നോ ആണ് ആൻസർ അല്ലേ? നമുക്ക് കിട്ടൂല. സോ നോ ആക്ഷൻ, നോ ലെവൽ അപ്പ്. നമ്മൾ ആക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്താണ് ലെവൽ, അതായത് നമ്മൾ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞത് കൊണ്ടാണ് സെക്കൻഡ് ലെവൽ എത്തിയത്, അവിടെ നമ്മൾ കളിച്ചത് കൊണ്ടാണ് തേർഡ് ലെവൽ എത്തിയത് അല്ലേ? നോ ലെവൽ അപ്പ്, നോ ന്യൂ നോളജ്. പുതിയ ലെവലിന്റെ നോളജ് കിട്ടണമെങ്കിൽ, ആ ഇൻസ്ട്രക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ലെവൽ അപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, അഡീഷണൽ ബ്ലേഡ്സ്, പവേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? സ്പെഷ്യൽ ഇവന്റ് റിവാർഡ്സ് കിട്ടുന്നുണ്ട്, അതുവഴി കുറെ എളുപ്പം കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഒന്നും കളിക്കാതെ താഴെ നിന്ന് ഫസ്റ്റ് ലെവലിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സുഖവും നമുക്ക്, ഒരു സന്തോഷവും നമുക്ക് ഈ ഗെയിമിൽ നിന്ന് കിട്ടൂല. അപ്പൊ നമുക്ക് കൂടുതൽ കളിക്കാനുള്ള ഒരു അഡിക്ഷനും വരൂല, കൂടുതൽ ചെയ്യാനുള്ള ഒരു ഏർജും വരൂല. ഇനി എല്ലാവരും ആ ഫോണും ഫ്രൂട്ട് നിഞ്ചയൊക്കെ അങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടോ, മതി. ഇമാജിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം എന്തിനാണ് നമ്മളിവിടെ ഫ്രൂട്ട് നിഞ്ചനെ കൊണ്ടുവന്നത്? ഓഫ് കോഴ്സ് ടു മേക്ക് യു തിങ്ക്. നമ്മളുടെ വൈ കാൺട്ട് വി എന്ന ആ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് പേർപ്പസ് അറിയാം, എന്തിനാ നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയാം, ഒക്കെ അറിയാം, പക്ഷേ വി ആർ നോട്ട് ഏബിൾ ടു ലിവ് ഓൺ ദാറ്റ് പേർപ്പസ്. വൈ? I think you already got an answer, right? പക്ഷേ എനിക്കൊന്ന് പോളിഷ് ചെയ്ത് തരേണ്ട ഒരു ഡ്യൂട്ടി എൻ്റെ കയ്യിലുണ്ടല്ലോ. അത് നിങ്ങൾക്ക് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഈസി ആക്കി തരാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. മൈ ഡിയർ ഗേൾസ്, അള്ളാഹ്ക്ക് നമ്മളെ അറിയാം അല്ലേ? നമുക്ക് ഇത് എസെൻഷ്യൽ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹ് നമ്മളുടെ പേർപ്പസ് ഇബാദയാക്കിയത്. അള്ളാഹ് നോസ് ദാറ്റ് ഇറ്റ് വർക്ക്സ് ദ ബെസ്റ്റ് ഫോർ അസ്. അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് വേറെ തന്നെ ഒരു വലിയ ക്ലാസ്സിൽ ഡീറ്റെയിൽ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ആ എക്സ്പ്ലനേഷനിലേക്ക് പോകണില്ല, അതായത് പേർപ്പസ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല.
I am going with an assumption that you all know what is purpose. Okay? അപ്പം അള്ളാഹ് അത്രയും നമുക്ക് അത് അത്യാവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ പേർപ്പസ് നമ്മളുടെ മേൽ മാൻഡേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പേർപ്പസ് ഇബാദ ചെയ്തുകൊണ്ടിരിക്കലാണെന്ന് അള്ളാഹ് പറഞ്ഞത്. ഹി നോസ് ദാറ്റ് ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ അസ് ആൻഡ് ഹി നോസ് ദാറ്റ് ഇറ്റ് ഇസ് ബെസ്റ്റ് ഫോർ അസ്, ദ പേർപ്പസ്, ദ ഇബാദ. സോ അത് തന്നെ അള്ളാഹിന്റെ ഒരു മേഴ്സി അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അള്ളാഹ് അത് മാൻഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ വി വുഡൻ ഹാവ് നോൺ അല്ലേ, ഇതാണ് നമ്മളുടെ പേർപ്പസ്. നമുക്ക് അറിയില്ലായിരുന്നു. അള്ളാഹ് മാൻഡേറ്റ് ചെയ്തിട്ടില്ല. സുന്നത്തായിരുന്നെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് വിട്ടിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ ഈ മാൻഡേറ്റഡ് ആസ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ മേലെ തന്ന ഒരു മേഴ്സിയാണ്. നമ്മൾ അത് ആക്ട് ചെയ്യുക പോലും ഇല്ല. നമ്മൾ ഇബാദ എന്നുള്ള ഭാഗം തന്നെ ചിന്തിക്കൂലായിരുന്നു. ആൻഡ് ഹിഡൻ ജസ്റ്റ് മാൻഡേറ്റഡ്, അതൊരു മാൻഡേറ്ററി ആക്കിയിട്ട് അള്ളാഹ് വിടുകയല്ല ചെയ്തത്. അള്ളാഹ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും നമുക്ക് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ പേർപ്പസ് ഇബാദയാണെന്ന് പറയുകയും ചെയ്തിട്ട് അള്ളാഹ് ഗേവ് ഓൾ ദ ടൂൾസ് ടു ലിവ് ബൈ ദാറ്റ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്സ് മേഴ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്തൊരു കാര്യം അല്ലേ? ആസ് ഇൻ ദ കേസ് ഓഫ് ഹങ്കർ ആൻഡ് ഫുഡ് അല്ലേ, നമുക്ക് ആ ഒരു ഏർജ് വരണം. നമ്മളുടെ ആ ഒരു ഇന്നർ പ്രോഗ്രാമിംഗ് നമുക്ക് തന്നിട്ടുണ്ട്, വിശപ്പ്. അതുകൊണ്ടാണ് ഒരു ചെറിയ കുട്ടി അല്ലെ, ഒരു കുഞ്ഞു കുട്ടി ഭക്ഷണം കഴിക്കുന്നത്, പാല് കുടിക്കുന്നത്, ആ ഒരു ഏർജ് അതിന്റെ ഉള്ളിൽ ഇട്ടത് കൊണ്ടാണ് വിശക്കുന്നത്, അല്ലാതെ അതിന് നോളജ് ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പം ആ ഒരു ഏർജ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ എന്താണ്, റഹ്മത്താണ്, ഇന്നർ പ്രോഗ്രാമിംഗ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുള്ള ഒരു എന്താണ്, റഹ്മത്താണ്. അപ്പം നമ്മൾ ഇബാദയുടെ കാര്യത്തിൽ ഇബാദ അള്ളാഹു സുബ്ഹാനഹു തആല മാൻഡേറ്റ് ചെയ്തപ്പം അതേപോലെ ഒരു ഏർജ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, നമ്മൾ അറിയാതെ തന്നെ. എങ്ങനെ? നിങ്ങൾക്ക് സൂറ അറാഫിൽ ആയ നമ്പർ 172 ഓക്കെ, ആയ ഒന്ന് നമുക്ക് കാണാം. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا. And remember when your Lord brought forth from the loins of the children of Adam their descendants and had them testify regarding themselves. Allah asked, Am I not your Lord? They replied, Yes, you are. We testify. ആദം അലൈഹിസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു തആല ക്രിയേറ്റ് ചെയ്ത സമയത്ത് ആദം അലൈഹിസ്ലാമിൽ നിന്ന് എല്ലാവരുടെയും, അതായത് വേൾഡിന്റെ എൻഡ് വരെ ഉണ്ടാവാൻ പോകുന്ന എല്ലാ മനുഷ്യന്മാരുടെയും, ഇറ്റ്സ് നോട്ട് ഓൺലി മുസ്ലിംസ്, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ആരായിക്കോട്ടെ, ഒരു എത്തീസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവരുടെയും റൂഹിനെ അള്ളാഹു ക്രിയേറ്റ് ചെയ്തിട്ട് നിരത്തി നിർത്തി ആദം അലൈഹിസ്ലാമിന്റെ മുന്നിൽ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? അലസ്തു ബി റബ്ബിക്കും, am I not your Lord? And we all, എല്ലാ മനുഷ്യരും, all creations, എന്താണ്, എല്ലാ മനുഷ്യരും എന്ത് റെസ്പോണ്ട് ചെയ്തു? ബല ഷഹദ്ന, യെസ് യു ആർ, വി ടെസ്റ്റിഫൈ. സോ നമ്മളെല്ലാവരും ഓൾറെഡി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ത്? ദാറ്റ് യു ആർ അവർ റബ്ബ്, യു ആർ അവർ മാസ്റ്റർ. നമ്മൾ റൂഹിന്റെ ഫോമിൽ. സുബ്ഹാനല്ലാഹ്. And if someone says that you are my master, who is the speaker actually? He is the slave അല്ലേ? നമ്മൾ അള്ളാഹിന്റെ അടുത്ത് അള്ളാഹ് യു ആർ മൈ റബ്ബ് എന്ന് നമ്മൾ ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ ടെസ്റ്റിഫൈങ് ഇൻ ടേൺ ദാറ്റ് ഐ ആം ദ സ്ലേവ്, ഐ ആം ദ അബ്ദ്, ഐ ആം സപ്പോസ് ടു ഡു വാട്ട്? എന്താണ് ഒരു അബ്ദ് ചെയ്യുക, ഒരു സ്ലേവ് ചെയ്യുക? ഒബേ ദ മാസ്റ്റർ. വെൻ എനി ടൈം ഹി ഫീൽസ് ലൈക്ക്? അല്ല അല്ലേ? ഒരു സ്ലേവ് എന്ന് പറയുമ്പം he has to be a slave all the time. If we have admitted that I am the slave, we are supposed to be the slave all the time. സോ ആ ഒരു ഏർജ് ഒരു അള്ളാഹ്ക്ക് മാത്രം, ഓക്കെ, വേറെ ആർക്കും അല്ല, അള്ളാഹ്ക്ക് മാത്രം അബ്ദാവാനുള്ള, സ്ലേവ് ആവാനുള്ള ആ ഒരു ഏർജ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ വിശപ്പ് എങ്ങനെ അള്ളാഹു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ അതിനേക്കാളും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ, എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളിനെ ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. സോ ദാറ്റ് ഏർജ് ഈസ് പ്രോഗ്രാംഡ് ഇൻസൈഡ്. സുബ്ഹാനല്ലാഹ്. സോ അള്ളാഹ് ജസ്റ്റ് മാൻഡേറ്റ് ചെയ്തു, ഓക്കെ നിങ്ങൾ ഇബാദ ചെയ്യണം, നിങ്ങൾ ഫുൾ ടൈം ഇബാദ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അങ്ങ് പോയതല്ല. അള്ളാഹ് ഹാസ് ഗിവൺ ഓൾ ദ ടൂൾസ് ആൻഡ് ദ ഫസ്റ്റ് ടൂൾ ഇസ് ദാറ്റ് ഏർജ് ഇൻസൈഡ്. നമ്മൾ അള്ളാഹിന്റെ അബ്ദായിരിക്കണം ഫുൾ ടൈം എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് സീൽ ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത്. ആൻഡ് ദെൻ നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് കുറച്ച് ഗ്രോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഏർജ് വിശപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെ സ്കിപ്പ് ചെയ്യുന്നവരില്ലേ അല്ലേ, സന്യാസിമാരൊക്കെ. ബട്ട് വി ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് വി നോ ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വിൽ എൻഡ് അപ്പ് ഇൻ എന്തെങ്കിലും അല്ലേ, ചിലപ്പോൾ മരണമായിരിക്കാം, ചിലപ്പോൾ വല്ല അസുഖങ്ങളായിരിക്കാം, വിൽ കൊലാപ്സ്. സോ ആ ഏർജും
ആ ഒരു നോളജും അല്ലേ. അതേപോലെ മരുന്നിന്റെ കാര്യത്തിൽ നമുക്കൊരു അസുഖം വന്നു, മെഡിസിൻ കിട്ടി, നമ്മൾ മെഡിസിൻ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വി വോണ്ട് ബി ക്യൂർഡ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ അള്ളാഹ് ഏർജ് ഇട്ട് തന്നു. എന്നിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുട്ടിയായി ജനിച്ച് വളർന്ന് കുറച്ച് വലുതാവുമ്പോഴേക്ക് അള്ളാഹ് നമുക്ക് നോളജ് തരാൻ തുടങ്ങാം. സുബ്ഹാനല്ലാഹ്, വി ഗെറ്റ് എ ലോട്ട് ഓഫ് നോളജ്. അല്ലേ? ചിലപ്പം ഫോർമൽ സ്റ്റഡീസിലൊക്കെ കൂടെ ആവാം, അല്ലേ? നിങ്ങൾക്ക് ഇതുപോലത്തെയുള്ള ഹലക്ക ക്ലാസ്സുകളിലൂടെ ആവാം. ഈവൻ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളുടെ സറൗണ്ടിങ് എല്ലാം അള്ളാഹിന്റെ ക്രിയേഷൻസ് ആണ്. നമുക്ക് അള്ളാഹു നമ്മളുടെ തലയ്ക്കകത്ത് ഒരു സാധനം തന്നിട്ടുണ്ട്, ബ്രെയിൻ, അല്ലെ? ഓരോന്ന് കാണുമ്പോഴും ഇഫ് വി ഹാവ് എ ഫങ്ഷനിങ് ബ്രെയിൻ, വി ഷുഡ് തിങ്ക് ആൻഡ് വി തിങ്ക് ആക്ച്വലി, ബട്ട് വാട്ട് വി ഡു, അതങ്ങ് കളഞ്ഞേക്കും, അല്ലെ? തോട്ടിനെ നമ്മൾ അധികം എന്റർടൈൻ ചെയ്യൂല. വൈ ക്വസ്റ്റ്യൻസ് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ വരും. വൈ ആം ഐ ഓൺ എർത്ത്? ഞാൻ എന്തിനാ ജീവിക്കുന്നത്? സോ ആ നോളജ് നമുക്ക് ഇങ്ങോട്ടായിട്ട് കൊണ്ടുതരുന്നതുണ്ട്, നമ്മൾ തേടി പോകുന്നതുണ്ട്. ആ നോളജ് ഇസ് ദെയർ അറൗണ്ട് അസ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളൊക്കെ കാര്യത്തില് നമുക്ക് എന്താ ബ്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ പരാതി പറയാൻ ഒരു ഓപ്ഷനേ ഇല്ല. ബിക്കോസ് വി ഹാവ് എന്ത് നോളജ് ആണെങ്കിലും ഇസ്ലാമിക് ട്രൂ പ്രോപ്പർ നോളജ് നമ്മളുടെ വീട്ടിനകത്തേക്ക് എത്തുന്നുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. സോ ആ ഏർജ് അള്ളാഹ് തന്നിട്ടുണ്ട്, ഇന്ന പ്രോഗ്രാമിംഗ് അള്ളാഹ് തന്നിട്ടുണ്ട്, അള്ളാഹ് നോളജ് തന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് ആക്ഷൻ. ഹു ഹാവ് ടു ഡു ദാറ്റ്? നമ്മളല്ലേ. വി ഹാവ് ടു ആക്ട് അപ്പോൺ ദ ലിറ്റിൽ നോളജ് വി ഗെറ്റ്. എത്ര കുറച്ച് നോളജ് നമുക്ക് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ ആക്ട് ചെയ്ത് തുടങ്ങണം. ഇഫ് യു സിംപ്ലി സ്റ്റേ, ആ ഒരു ഫ്രൂട്ട് നിഞ്ചയുടെ കാര്യം പറഞ്ഞ പോലെ ഫസ്റ്റ് ലെവലിൽ ഇങ്ങനെ ഇരുന്ന് വിഷ് ചെയ്യാണ്, ഇഫ് ഐ ക്ലിയർ ഓൾ ദ ലെവൽസ്, അല്ലേ? എനിക്ക് ഇതിന്റെ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമ്മൾ വിഷ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒന്നും കിട്ടൂല, അല്ലേ? നമ്മൾ വിൻ ചെയ്യൂല. വി ഹാവ് ടു ആക്ട്, വി ഹാവ് ടു ലെവൽ അപ്പ്, വി ഹാവ് ടു ഗെറ്റ് ന്യൂ ലെവൽസ് ഇൻസ്ട്രക്ഷൻ. അഗൈൻ വി ഹാവ് ടു ആക്ട്. ഓരോ ലെവലിൽ എത്തുമ്പോഴും നമുക്ക് പുതിയ നോളജ്, പുതിയ ഇൻസ്ട്രക്ഷൻ കിട്ടും, അല്ലെ? ഗെയിമിന് അവിടെ നമ്മൾ കളിക്കണം, എന്നിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പുതിയ പുതിയ ബ്ലേഡുകൾ കിട്ടും, പുതിയ പവറുകൾ കിട്ടും. അത് വളരെ എളുപ്പമായിരിക്കും ആ ഗെയിം. എന്താണ്, ഓക്കെ, ആ ഒരു എളുപ്പങ്ങൾ കിട്ടും, അല്ലെ? പുതിയ എന്താണ് ബ്ലേഡുകൾ, പുതിയ പവേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അവിടെ കളിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാവും. അത് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. സ്പെഷ്യൽ വിഷ്വൽ എഫക്ട്സ് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം ഉണ്ടാവും മുന്നോട്ട് പോവാൻ. ഇതൊന്നും താഴെ ഫസ്റ്റ് ലെവലിലുള്ളവർക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല, അല്ലെ? മേലെ പോകുമ്പോൾ നമുക്ക് സ്പെഷ്യൽ പ്രിവിലേജസ് ആണ്. ആർക്കാ സ്പെഷ്യൽ പ്രിവിലേജ് ഇഷ്ടമല്ലാത്തത്, അല്ലെ? ഓരോ ലെവലിൽ എത്തുമ്പോഴും എന്തെങ്കിലും ഒരു ഷോയുടെ ഫ്രണ്ട് സീറ്റിൽ ടിക്കറ്റ് കിട്ടാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റിന് VIP എൻട്രി കിട്ടാന്ന് പറയുന്നത് ആർക്കാ ഇഷ്ടമല്ലാത്ത? അങ്ങനെ ഓരോ ലെവലും ആക്ട് ചെയ്ത് നമ്മൾ വീണ്ടും നോളജ് കിട്ടി, അവിടുത്തെ ബെനിഫിറ്റ്സ്, അവിടുത്തെ പ്രിവിലേജസ് എടുത്ത് മുന്നോട്ട് പോവുക. അപ്പൊ നമ്മൾ എന്താക്കും? സ്ലോലി നമ്മൾ അഡിക്റ്റഡ് ആണെന്ന് അറിയും ഈ ഒരു ഗെയിമില്. അപ്പൊ ഫ്രൂട്ട് നിഞ്ച പോലെയുള്ള ഒരു ഗെയിമിൽ നമ്മൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ നിർത്തി വെച്ചിട്ട് നമ്മൾ അത് കളിക്കാൻ തുടങ്ങും. ഫ്രൂട്ട് നിഞ്ച തന്നെ ആയിക്കോളണമെന്നില്ല കേട്ടോ, ഏത് ഗെയിം ആണെങ്കിലും. സാധാരണഗതിയിൽ ചിലപ്പോൾ നമുക്ക് ഒരു മീല് സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മീല് ഡിലേ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? പക്ഷെ നമ്മൾ അഡിക്ഷനിലാണെങ്കിൽ നമുക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പം അതും അത്രയും എളുപ്പമാണ്. മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര എളുപ്പവും ഭയങ്കര രസമാണ്. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തിൽ, അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യത്തിൽ നിന്ന് ആരും വിട്ടു നിൽക്കൂല. നല്ല സന്തോഷം തരുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആർക്കും ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ ആ ഒരു ഫിത്ര, അള്ളാഹ് ഉള്ളിൽ തന്നിട്ടുള്ള ഫിത്ര എന്ന് പറയുന്ന ആ ഒരു ഏർജ് ഉണ്ട്, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹിന്റെ അബ്ദായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിത്ര അള്ളാഹ് നമ്മളുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള. മേക്ക് യൂസ് ഓഫ് ഇറ്റ്, ആക്ട് അപ്പോൺ ദ നോളജ്. നിങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞു നോളജസ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആക്ട് ചെയ്യുക. ലെവൽ അപ്പ്. നമ്മൾ കുറച്ച് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ലെവലപ്പ് ചെയ്യുന്നത് കാണാം. അങ്ങനെയാണ് നമ്മൾ കാണുന്ന പലരും ലെവലപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് വീണ്ടും നോളജ് കിട്ടും. ആ താഴത്തെ ലെവലിൽ കിട്ടാത്ത നോളജ് അടുത്ത ലെവലിൽ കിട്ടും. അതാണ് ഇതിന്റെ എന്താ പറയാ, ഒരു സീക്രട്ട്. സുബ്ഹാനല്ലാഹ്. ഒരു അബ്ദ ആവുക എന്നുള്ളതിന്റെ സീക്രട്ടേ അതാണ്. അത് ഒരു താഴെയുള്ള ലെവലിലുള്ള ഒരാൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കാര്യമാണ്.
നമ്മൾ ലെവലപ്പ് ചെയ്യുമ്പം ആ ലെവലിൽ നിന്ന് കിട്ടേണ്ട നോളജ് ആ ലെവലിലേക്ക് കിട്ടുള്ളൂ. നമ്മൾ താഴത്തെ ലെവലിൽ ഇരുന്നിട്ട് ഞാൻ ഒന്നും ചെയ്യൂല, പക്ഷെ ഞാൻ എല്ലാം പഠിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കൊരു ഈസ് തരുന്ന മുകളിലെ ലെവലിൽ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു നോളജ് നമുക്ക് താഴത്തെ ലെവലിൽ ഇരുന്ന് കിട്ടൂല. നമ്മൾ ആക്ട് ചെയ്ത് ലെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ നോളജസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഈസി. അങ്ങനെ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈസ് തരും. ഈസ് മാത്രമല്ല, പ്രിവിലേജസ് തരും. നമ്മൾക്ക് താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോവാത്ത, നോളജ് യൂസ് ചെയ്ത് ആക്ട് ചെയ്യാത്ത ഒരാൾക്കും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത പ്രിവിലേജസ് കിട്ടും. നമ്മൾ നോളജ് നേടിയിട്ട് അത് അതിനനുസരിച്ച് ആക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ അഡിക്റ്റഡ് ആവും. സുബ്ഹാനല്ലാഹ്. അതാണ് അബുദാവാനുള്ള ഒരു വഴി. നമ്മൾ താഴെ ഇരുന്നുകൊണ്ട് ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യുക, വേണമെങ്കിൽ എക്സാമും എഴുതാം, പക്ഷെ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റൂല, ഐ കനോട്ട് ആക്ട് അപ്പോൺ മൈ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് നിഞ്ചയിൽ ഫസ്റ്റ് ലെവലിൽ അങ്ങനെ ഇരിക്കുകയേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കുഞ്ഞു കുഞ്ഞു ലെവലിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആക്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ ലെവലപ്പ് ചെയ്യും. ലെവലപ്പ് ചെയ്യുമ്പം അവിടെ നമുക്ക് പുതിയ സ്പെഷ്യലി എൻലൈറ്റനിങ് നോളജ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ആൻഡ് ദാറ്റ് എൻലൈറ്റനിങ് നോളജ് വിൽ മേക്ക് അവർ ജേർണി ഈസിയർ. ഈസി മാത്രമല്ല, ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഫാസിനേറ്റിംഗ്. ഈസി ഇസ് ഡിഫറെന്റ്, ഫാസിനേറ്റിംഗ് ഇസ് ഡിഫറെന്റ് അല്ലേ? ഈസി നമുക്ക് ഇങ്ങനെ ഒഴുകാനുള്ള ഒരു എളുപ്പമാണ്. ഫാസിനേറ്റിംഗ് ഇസ് റിയലി ഡിഫറെന്റ്. ഭയങ്കര ഒരു ഹരം പിടിക്കും നമുക്ക്. സുബ്ഹാനല്ലാഹ്. ആൻഡ് വൺസ് യു ആർ അഡിക്റ്റഡ് ടു ഇറ്റ്, നിങ്ങളുടെ ഉസ്താദ മുനീബ വന്ന് പറഞ്ഞാലും യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഉസ്താദ, എനിക്ക് ഈ ജേർണിയിൽ മുന്നോട്ട് പോയാൽ മതി. ഐ വോണ്ട് ടു ലേൺ മോർ ആൻഡ് ഐ വോണ്ട് ടു ആക്ട് മോർ. ഐ വോണ്ട് ടു ലെവൽ അപ്പ്. സുബ്ഹാനല്ലാഹ്. May Allah make it easy for all of us to level up. സോ അതാണ് ടിപ്പ്. നമുക്ക് ഫിത്രയുണ്ട്, ഏർജ് ഉണ്ട്, നമ്മളുടെ ഉള്ളിൽ വിശപ്പുണ്ട് അല്ലേ? നമുക്ക് നോളജ് ആവശ്യത്തിന് സ്റ്റാർട്ട് ചെയ്യാനുള്ളതിന് ആവശ്യത്തിൽ കൂടുതൽ നോളജ് ഉണ്ട്. വി ഹാവ് ടു ആക്ട് അപ്പോൺ ഇറ്റ്. വി ഹാവ് ടു ലെവൽ അപ്പ്. വി ഹാവ് ടു ഗെയിൻ മോർ നോളജ്, മോർ ഈസ്, മോർ ഫാസിനേഷൻസ് ആൻഡ് മോർ ആക്ടിങ്. ആക്ട്, ലേൺ, ആക്ട്. ലെറ്റ് ഇറ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ടുഗെദർ. And will become addicted to it. And once you are addicted to it, there's no way of return. Along with that, there is something which we have to keep always with us. We'll come to that, inshallah. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടിട്ട് മെല്ലെ മുന്നോട്ട് പോകാം. ഇന്ന് തന്നെ അങ്ങോട്ട് നമുക്ക് നാളെ അബിതാവാനൊന്നും പറ്റാന്ന് ശ്രമിച്ച് നമ്മളെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പഠിക്കുന്നു, അത് നാളെ തന്നെ നമ്മൾ അബിതാവുന്നില്ല. അപ്പം നമ്മളത് വിടുന്നു, നമ്മൾ പിന്നെ വേറൊന്ന് പഠിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നാളെ തന്നെ അബിതാവുന്നില്ല അല്ലേ? അബിദല്ല, ആബിദ് എന്ന് പറയാം. ആബിദ് ഇസ് ലൈക്ക് എ ഫുൾ ടൈം സ്ലീവ്. സോ നമ്മളിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് വി ഹാവ് സം ബ്ലോക്കേഴ്സ് ആക്ച്വലി. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഏർജ് ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു ഫിത്രനെ സപ്രസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ട് ശരിക്കും. അതാണ് നമ്മളുടെ റിയൽ ടെസ്റ്റ് ഇൻ ദിസ് വേൾഡ് അല്ലേ? നമുക്ക് ആ നമ്മളുടെ ഫിത്രനെ സപ്രസ് ചെയ്യുന്ന പലതിനെയും പല ബ്ലോക്കേഴ്സിനെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്താണത്? അഗൈൻ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദാറ്റ് ഹങ്കർ ആൻഡ് ഈറ്റിംഗ് അല്ലേ? നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം ആലോചിക്കാം. ഏതെങ്കിലും ഒരാള് ഹീസ് യൂസിങ് എ ലോട്ട് ഓഫ് ഡ്രഗ്സ്, ആൽക്കഹോൾ, അങ്ങനത്തെ എന്തെങ്കിലും, ഓക്കെ, മോശപ്പെട്ട എന്തെങ്കിലും സബ്സ്റ്റൻസ് അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിക്കാം. ദിയർ സിസ്റ്റം, അവരുടെ ബ്രെയിൻ ഒക്കെ ഫുള്ളി ക്ലോഗ്ഡ് ആയിരിക്കും അല്ലെ, ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പം അവർ മോസ്റ്റ്ലി ഒരു അൺകോൺഷ്യസ്, ഒരു സെമി കോൺഷ്യസ് സ്റ്റേറ്റിലായിരിക്കും, ലൈക്ക് ഇഫ് ആൻ ഓവർ യൂസ്. സോ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വെൻ ദേ ആർ ഹംഗ്രി. അവരുടെ ഉള്ളിൽ ആ ഏർജ് ഉണ്ടെങ്കിൽ പോലും, അവർക്ക് വിശപ്പുണ്ടെന്ന് അറിയാമെങ്കിൽ പോലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ദിയർ സിസ്റ്റം ഇസ് നോട്ട് ഫങ്ഷനിങ്. ദിയർ ബ്രെയിൻ ഇസ് ക്ലോഗ്ഡ്, ബ്ലോക്ക്ഡ്. അപ്പം അതുപോലത്തെ വേറെ ഒരു ഏർജും they might not even know whether they want to pee അല്ലെ? അവർ അതിനു വേണ്ടി വാഷ്റൂമിൽ പോകണമെന്നില്ല, ചിലപ്പം ഇത് കിടക്കുന്നിടത്ത് തന്നെ സാധിച്ചേക്കാം. ബിക്കോസ് ഇറ്റ്സ് എൻ ഏർജ് ഇൻസൈഡ് them, but they don't understand, they don't realize. ബിക്കോസ് അവരുടെ ബ്രെയിനും അവരുടെ സിസ്റ്റം ഒക്കെ ബ്ലോക്ക്ഡ് ആണ്. ഈവൻ ദ ക്ലിയറിംഗ് ഓഫ് ദ വേസ്റ്റ് ഇസ് ഓൾസോ എൻ ഏർജ് അല്ലേ? നമ്മളുടെ ഉള്ളിലുള്ള വിശപ്പ് പോലെ തന്നെ. സോ the more you do something against your fitra, the more you allow yourself to do something which you already know is a sin. Okay, നമുക്കൊരു sin ആണെന്ന് അറിയാം, തെറ്റാണെന്ന് അറിയാം. അങ്ങനെ ഒരു കാര്യം നമ്മൾ once or twice we slip. We are human beings, we are not perfect അല്ലേ? But if we keep on allowing us to if I keep on allowing myself to do that, the more I do, the more my fitra will be covered, clogged, blocked. എനിക്ക് കോമൺ സിൻസ് ഒന്നും ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം വാട്ട് സിൻ യു ഫാൾ ഇൻ ടു മോസ്റ്റ്ലി.
I agree, once or twice you fall, fine. നമുക്ക് തൗബ ചെയ്ത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഇഫ് യു അലൗ യുവർ സെൽഫ് ഓൾവേസ്, എന്ത് സിൻ ആണെങ്കിലും അതൊന്നും ലിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. യു ഓൾ നോ, യു ആസ്ക് യുവർ സെൽഫ്, the more clogged and covered will be your fitra, the more you allow that sins, and the more difficult will be for you to use your knowledge. എത്ര നോളജ് ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര ക്ലാസ്സസ് കേട്ട് കഴിഞ്ഞാലും, നമ്മൾ നമ്മളുടെ ഫിത്രനെ ക്ലോഗ് ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നോളജ് ഉണ്ടെങ്കിലും we cannot act. It will be very difficult, very difficult, and you get stuck up at level 1. You don't level up. Subhanallah. So what to do? No other option. Ask Allah. നമ്മൾ ഭയങ്കര വീക്കല്ലേ, നമ്മൾ മനുഷ്യന്മാരെല്ലാവരും, നിങ്ങളും ഞാനും. ഞാനിവിടെ വന്നിരുന്ന് ഞാൻ എന്തോ സംഭവമായിട്ടൊന്നും പറയില്ല. വി ആർ ഓൾ വീക്ക്. നമ്മളെല്ലാവരും ഈ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മുകളിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാ, അള്ളാഹുവിന്റെ ഹെൽപ്പ് കൊണ്ട് മാത്രം. സോ മേക്ക് സച്ച് ദുആസ് പാർട്ട് ഓഫ് യുവർ റുട്ടീൻ. നിങ്ങളുടെ നിസ്കാരങ്ങളിൽ, നിങ്ങളുടെ നമ്മുടെ ദുആ സ്വീകരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ. അള്ളാഹ് കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മുടെ ഫർദ് പ്രേയേഴ്സ്, നമ്മുടെ സുജൂദുകൾ, ട്രാവലിംഗ് ടൈം, റെയിൻ ടൈം, ഫാസ്റ്റിംഗ് ടൈം, ബിറ്റ്വീൻ ബാങ്ക് നിക്കാമ അല്ലേ, അതാണ് നിക്കാമ, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ട് അള്ളാഹ് ദുആ സ്വീകരിക്കുന്നത്. അതും ഇനി എപ്പോഴും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യു കീപ് ആസ്കിങ് അള്ളാഹ് ഏറ്റവും നല്ല ഹെൽപ്പിന് വേണ്ടിയിട്ട്. സൂറ അൽ ഫാത്തിഹ ഒരു ഏറ്റവും ബെസ്റ്റ് ഹെൽപ്പാണ്, ബേസിക് ആൻഡ് ബെസ്റ്റ് ഹെൽപ്പ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹിന്റെ അടുത്ത് ചോദിക്കണല്ലേ, എന്നെ ഈ ദീനിൽ നീ സ്റ്റെഡ് ഫാസ്റ്റ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അള്ളാഹിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറ്റുള്ളൂ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. അള്ളാഹിന്റെ ഈസ് നമുക്ക് കിട്ടിയെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഈസി ആവുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആർ എനിമി, എപ്പോഴും നമ്മളെ ട്രാപ്പിൽ വീഴ്ത്തുന്ന നമ്മുടെ എനിമിന്ന് അള്ളാഹിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചേ മതിയാവും അല്ലെ, അള്ളാഹിന്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ചോദിച്ചേ മതിയാവും. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അള്ളാഹിന്റെ അടുത്ത് തന്നെ ചോദിക്കണം അല്ലെ, ഈ ഇബ്ലീസിന്റെ ശല്യത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അള്ളാഹിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. സോ കീപ് ആസ്കിങ് അള്ളാഹ്. I warn you, unless we act on the knowledge we have, we'll still be in level 1 of Fruit Ninja. നമുക്ക് ലെവൽ അപ്പ് ചെയ്യാനേ പറ്റില്ല. ആൻഡ് വൺസ് യു ലെവൽ അപ്പ്, നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ വിചാരിക്കാത്ത ഈസ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഇമാജിൻ ഡിഫറെന്റ് ബ്ലേഡ്സ് ആൻഡ് ഡിഫറെന്റ് പവേഴ്സ് യു ഗെറ്റ് ഇൻ ഈച്ച് ലെവൽ ഓഫ് ഈച്ച് ഗെയിം. ബ്ലേഡ് ആയിരിക്കണമെന്നില്ല, ഓരോ ഗെയിമിനും ഓരോ സ്റ്റൈൽ അല്ലേ. നമുക്ക് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടാറുണ്ട് അല്ലെ, കുറേ സ്റ്റാർസ് കിട്ടാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഫാസിനേറ്റിംഗ്. നമുക്ക് അതൊക്കെ കാണുമ്പോൾ, ആ സ്ക്രീനിലെ ചേഞ്ചസും കളേഴ്സ് ഒക്കെ കാണുമ്പോൾ വി ഫീൽ ലൈക്ക് ഡൂയിങ് മോർ ആൻഡ് മോർ ആൻഡ് മോർ അല്ലെ. ആ ഒരു അഡിക്ഷൻ വരും. ആ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഈസി. അതേ ഒരു ഹൈ, ആ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. സോ ഇഫ് യു ആർ സ്റ്റിൽ ഓൺ ലെവൽ 1, I advise, act upon your knowledge. Keep asking Allah's protection. Keep asking Allah's help. There will be blockers. എപ്പോഴും ഉണ്ടാവും ബ്ലോക്കേഴ്സ്. നമുക്ക് പലതും പറയും നമ്മളടുത്ത്, അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട. ഓർ വി കീപ് ഓൺ ഡൂയിങ് സം സിൻസ് വിച്ച് ഓൾറെഡി നോ ഇസ് എ സിൻ. ഒന്നും രണ്ടും പ്രാവശ്യം പറയുമ്പം യു ടെൽ യുവർ സെൽഫ്, ഐ വാണ്ട് ടു റിട്ടേൺ ബാക്ക് ടു അള്ളാഹ്. റിട്ടേൺ ചെയ്യുക, അള്ളാഹിൻ്റെ അടുത്ത് തൗബ ചെയ്യുക, അള്ളാഹിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക. ട്രൈ ടു കറക്റ്റ് യുവർ സെൽഫ്. ബിക്കോസ് ഇത് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യേണ്ടെന്ന് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയേണ്ട യാതൊരു കാര്യമില്ല. യു ഹാവ് എ ലോട്ട് ഓഫ് നോളജ്, യു ഗെറ്റ് എ ലോട്ട് ഓഫ് നോളജ്. എവറിഥിങ് ഇസ് ഓൺ യുവർ ഫിംഗർ ടിപ്സ്. അല്ലെ, നിങ്ങളിപ്പോ വിചാരിച്ചാൽ നിങ്ങൾക്ക് പോയിട്ട് എന്തൊക്കെയാ ഹലാൽ, എന്തൊക്കെയാ ഹറാം എന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. But the only thing is, where we fail is we are still in the level 1. We want to level up. We already have the fitra, we already have that urge, but we are making ourselves forget that urge. അല്ലേ, അള്ളാഹ് തന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ് ആ ഒരു urge, വിശപ്പ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു urge അള്ളാഹ് തന്ന വലിയൊരു ബ്ലെസ്സിങ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഒരു കുഞ്ഞു ബേബി, if he doesn't have that urge, if he doesn't cry, ചിലപ്പോൾ അതിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം തന്നെ മറന്നു പോകും അല്ലേ. സോ അള്ളാഹിന്റെ വലിയ ബ്ലെസ്സിങ് ആണ് നമ്മളുടെ ഫിത്ര. ഹി ഹാസ് ഗിവൻ ദാറ്റ്. He has given us knowledge and he keeps on giving knowledge. പക്ഷെ എത്ര knowledge ഉണ്ടെങ്കിലും if we don't act, we cannot level up. Keep in mind. May Allah make it easy for all of us, my dear sisters. Ameen. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم فقهنا في الدين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.